കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടലാമ സംരക്ഷണത്തിനായി പദ്ധതി അനുവദിച്ചത് ഭാവിയിൽ സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കടലാമ സംരക്ഷണ സംഘടനയായ നെയ്തൽ. കടലാമ സംരക്ഷണത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി കാസർഗോഡ് തൈക്കടപ്പുറത്ത് പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംഘടനയാണ് നെയ്തൽ. ചെമ്മീൻ കയറ്റുമതിയിൽ നേരിടുന്ന ഉപരോധങ്ങൾ പരിഹരിക്കുന്നതിനും വിദേശ ടൂറിസ്റ്റുകളെ കൂടുതലായി കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനും കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ സഹായകരമാകും. ഇത് പരിഹസിച്ച് കാണേണ്ടതല്ലെന്ന് നെയ്തൽ പ്രവർത്തകർ പറയുന്നു. നെയ്തലിന്റെ സജീവ പ്രവർത്തകനും അധ്യാപകനുമായ പ്രവീൺ മാസ്റ്ററുമായി അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേന്ദ്ര ബജറ്റിൽ കേരളം പ്രതീക്ഷിച്ചതുപോലെ വലുതായൊന്നും ലഭിച്ചില്ല. പക്ഷേ കടലാമ സംരക്ഷണ പദ്ധതി സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാധാന്യം അറിയാതെ കണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു വരികയാണ്. അതേസമയം കഴിഞ്ഞ 25 വർഷക്കാലമായി കടലാമ സംരക്ഷണത്തിൽ ഏർപ്പെട്ടു വരുന്ന നെയ്തൽ എന്ന സംഘടന നടത്തിവരുന്നത് അഭിനന്ദനീയമായ പ്രവർത്തനങ്ങളാണ്. 33,000-ൽ പരം കടലാമകളെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ കടലിലേക്ക് ഇറക്കിവിട്ട നെയ്തൽ സംഘടനയുടെ പ്രധാന ഭാരവാഹി കൂടിയായ നെയ്തലിന്റെ പ്രസിഡന്റ് പ്രവീൺ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. സർ, എങ്ങനെയാണ് ഇപ്പോൾ ഈ കടലാമ സംരക്ഷണ പദ്ധതി കേന്ദ്രം ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്? അതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും താങ്കളെ പോലെ ഉള്ള ആളുകൾക്ക് ഇത് വിലപ്പെട്ട ഒരു കാര്യമായിരിക്കും. എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിനെ കടലാമ സംരക്ഷണം മിക്ക എല്ലാ ലോകരാഷ്ട്രങ്ങളും വളരെ ഗൗരവത്തിൽ തന്നെ വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ടോ കടലാമകൾ ഒരു ആവശ്യത്തിലധികം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ അറിയില്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തില്ല. ഇപ്പോൾ ഈ ഒരു പ്രാധാന്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താത്ത രാജ്യങ്ങളിൽ നിന്നും ചെമ്മീൻ അടക്കമുള്ള മത്സ്യവിഭവങ്ങൾ ഇറക്കുമതി ചെയ്യില്ല എന്നുള്ള തീരുമാനം അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങളെടുത്തു. അതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് ഏകദേശം ഒരു വർഷത്തിൽ 2,000-3,000 കോടിയുടെ അടുത്ത് നഷ്ടമുണ്ട്. അപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു തോന്നൽ ഉണ്ടാക്കില്ല. ഏതെങ്കിലും ഒരു NGOയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വരുമാന നഷ്ടം നികത്താൻ ഇതാണൊരു പരിഹാരം എന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിലെല്ലാം നമ്മുടെ തീരദേശ സംസ്ഥാനങ്ങളൊക്കെ സജീവമായി വരുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ മത്സ്യവിഭവങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ അല്ലെങ്കിൽ മുൻ രൂപത്തിലെങ്കിലും കയറ്റുമതി ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് താങ്കളിലുള്ള ഒരു പ്രതീക്ഷകൾ ഇതിൻ്റെ ഒരു അനുഭവ വെളിച്ചത്തിൽ? കടലാമ വരുന്ന സീസണിൽ അവയുടെ വഴിയടയാളം നോക്കി മുട്ടകൾ ശേഖരിച്ച് ഒന്നുകിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ അതേ സ്ഥലത്ത് ചെറിയ കുഞ്ഞു വേലികൾ കെട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെ കെട്ടി സംരക്ഷിക്കുക. അല്ലെങ്കിൽ അവർ കുറച്ച് അപകട സാധ്യതയുള്ള കുറുനരിയോ നായ്ക്കളോ മനുഷ്യരോ ഒക്കെ എടുത്തുകൊണ്ടുപോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകത്തിലൊരു ഹാച്ചറി രൂപീകരിക്കും. ഹാച്ചറി സാങ്കേതിക അർത്ഥത്തിൽ ചെറിയൊരു വേലിക്കെട്ടാണ്, അതിനകത്ത് കുഴിച്ചിട്ട് വിരിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് ഒരു പ്രവർത്തനം. പക്ഷേ നമ്മളിങ്ങനെ ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഈ കടലാമ സംരക്ഷണ കേന്ദ്രം തുടങ്ങുന്ന പറയുന്നൊരു വലിയൊരു കൺസെപ്റ്റാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു സമഗ്രതയിൽ വേണം കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. കാരണം കേവലം മുട്ടയെടുത്ത് കുഴിച്ചിട്ട് വിരിച്ച് വിടുക എന്നതിനപ്പുറത്ത് ഈ കടലാമകൾ ഇപ്പം അവരുടെ മാതൃതീരാണ്. പ്രത്യേകിച്ച് ഒലിവർ റിഡ്ലി കടലാമകൾ അവരുടെ വിരിഞ്ഞിറങ്ങിയ തീരങ്ങളിലാണ് 10-15 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പെൺകടലാമകൾ തിരിച്ചു വന്ന് മുട്ടയിടുന്നത്. ഈ മാതൃതീരം അന്വേഷിച്ചു വരുന്നത് 30ഓളം ആമകൾ ആ ഒരു സീസൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായി. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അഴി മുതൽ തൊട്ടടുത്തുള്ള പൊഴി വരെയുള്ള ആ ഒരു ദൂരപരിധിയിൽ. പക്ഷെ ഇപ്പം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇപ്രാവശ്യം നമുക്ക് ഇപ്പോൾ ഇതുവരെ 1 കിട്ടിയുള്ളൂ. കഴിഞ്ഞ വർഷം ആകെ 8 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞു വരികയാണ്, ഒരു ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിന് കടലിൽ ഇതിൻ്റെ അഡൽട്ട് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്, മുതിർന്ന ആമകളുടെ മരണം എന്ന് പറയുന്നത് നമ്മളെ കടലിൽ ഉപേക്ഷിക്കുന്ന പാഴ്വലകളിൽ കുടുങ്ങിയിട്ടും അതുപോലെ തന്നെ തെറ്റായ മത്സ്യബന്ധന രീതി, കണവ മത്സ്യത്തിൽ പിടിക്കുന്ന ഒരു തെറ്റായ ഒരു രീതിയുണ്ട്. അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് തെറ്റ്. ഇപ്പോൾ കടലാമ സംരക്ഷണത്തിന് കേന്ദ്രം ബജറ്റിലൂടെ ഈ ഒരു പദ്ധതി ഏർപ്പെടുത്തുമ്പോൾ കേരളത്തിന്, സംസ്ഥാനത്തിൻ്റെ തീരദേശ മേഖലയ്ക്കും മറ്റും ഇത് സാമ്പത്തികമായിട്ട് വരുന്ന കാലങ്ങളിൽ എങ്ങനെ ഗുണം ചെയ്യും? ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ചെമ്മീൻ ഇപ്പോൾ നിലവിൽ ഈ ചെമ്മീനുള്ള ഉപരോധം കൊണ്ട് തന്നെ നമ്മുടെ ഒരു കേട്ടറിവിൽ കൊച്ചിയിലൊരു 7ഓളം കമ്പനികൾ പൂട്ടിക്കഴിഞ്ഞു കുറച്ച് 2-3 വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ചെമ്മീൻ സ്വാഭാവികമായിട്ടും കയറ്റുമതി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വിപണന മൂല്യം കൂടും. ഒന്നത് അപ്പോൾ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു വരുമാനം, മുമ്പത്തെ ഒരു വരുമാനം തിരിച്ചു കിട്ടും. മറ്റൊന്ന്, ഇത് കടലാമയുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങളിൽ ഒന്ന് ജെല്ലി ഫിഷാണ്. ജെല്ലി ഫിഷ് പറയുന്നത് കടലിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ശല്യം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. കടലിൽ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ അത് ഭാഗമാകും. പക്ഷേ ഈ കടലാമകളുടെ എണ്ണം കുറയുന്നതോടുകൂടി ജെല്ലി ഫിഷിന് പ്രത്യേകിച്ച് പ്രിഡേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജെല്ലി ഫിഷിൻ്റെ വംശസംഖ്യ കൂടും. ഈ വംശസംഖ്യ കൂടുമ്പോൾ ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കും.
മത്സ്യത്തൊഴിലാളികൾക്ക് മിക്ക ജെല്ലി ഫിഷും വളരെ വിഷാംശമുള്ളതാണ്. അവരുടെ കൈകളിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുക, കടൽപ്പുല്ലുകളെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ചില സ്പോഞ്ചുകളുടെ വംശസംഖ്യയെ നിയന്ത്രിക്കുക. ഇങ്ങനെയുള്ള അത് ഈ സ്പോഞ്ചുകളുടെ വംശസംഖ്യയെ നിയന്ത്രിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കോറൽ റീഫ് ഉണ്ടല്ലോ, നമ്മുടെ പവിഴപ്പുറ്റുകൾ, ഈ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് സ്പോഞ്ചുകളുടെ എണ്ണം, അതിൻ്റെ വംശസംഖ്യ നിയന്ത്രിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഇത് സംസ്ഥാനത്തിന് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം, മത്സ്യത്തൊഴിലാളികൾക്ക് ചെമ്മീനിന് വില കൂടുന്ന സമയത്ത് വിപണി ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് സർക്കാരിന് വലിയൊരു ഗുണമുണ്ടാകും. അത് കേന്ദ്ര സർക്കാരിനും അങ്ങനെ. അതിൻ്റെ സാമ്പത്തിക വശം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. അതിന് കേരളത്തിന് ഗുണം കിട്ടാത്തതോ മറ്റു കാര്യങ്ങളൊന്നും അല്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഇവരിങ്ങനെ ഒരു ആമമുട്ട എന്നൊക്കെ പറയുന്ന ഒരു ട്രോളും അത് ഒരു നിസ്സാരവലി. കാരണം ഇത്രയും കാലം ഈ കടലാമയുടെ സംരക്ഷണത്തിന് ഇത്ര നിസ്സാരവലിച്ചതുകൊണ്ടാണ് ഇത്തരം സാരമായ സാമ്പത്തിക പരിക്ക് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കേരളത്തിന് അനുഭവപ്പെട്ടു. ഇത് കേരളത്തിനും കർണാടകത്തിനും ഒറീസൊക്കെ എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നു, അവിടെ കേന്ദ്രം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് 3 തീരദേശ സംസ്ഥാനങ്ങളാണ്. മാത്രമല്ല കുറച്ചും കൂടി ഇപ്പോഴും കടലാമകൾ വന്ന് മുട്ടയിട്ട് തിരിച്ചു പോകുന്ന കടൽ തീരമുള്ള സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് വളരെ പ്രായോഗികമായിട്ട് ഇവിടെ വളരെ വിജയകരമായിട്ട് ജനകീയ പിന്തുണയോടുകൂടി, ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് ജനകീയ പിന്തുണയോട് കൂടിയിട്ട് വലിയ ആഡംബരങ്ങളില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്നൊരു പദ്ധതിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നെയ്തലിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്? 25 വർഷക്കാലമായല്ലോ. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നീക്കങ്ങൾ? അതുകൂടി നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയാൻ താല്പര്യം. അതെ, നമ്മൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ കടലാമ സംരക്ഷിക്കുന്ന സമയത്ത് ഇത് നമ്മൾ എന്തോ സാമ്പത്തിക ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഒന്നുമില്ല, നമുക്ക് ഇപ്പോൾ 25 വർഷമായിട്ട് നമ്മൾ ഒരുപാട് ജനങ്ങളുടെ പിന്തുണയോട് കൂടി എവിടെ കടലാമ മുട്ടയിട്ട് കഴിഞ്ഞാലും അവരെ നമ്മൾ എത്തിക്കും. അതുപോലെ തന്നെ എവിടെ പരിക്ക് പറ്റിയ ആമകൾ നമ്മൾ എത്തിക്കുന്ന രീതിയിൽ മറ്റു തരത്തിലെ വനംവകുപ്പ് സോഷ്യൽ ഫോറസ്ട്രിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാർ ഇത്തരം കുറേ യൂണിറ്റുകൾക്ക് ഇങ്ങനെ NGOസിന് കൊടുക്കാനുള്ള വലിയ സാമ്പത്തികമായ വലിയ സഹായങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലായിടത്തും ചിലയിടങ്ങളിൽ ചെറിയ സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ ഫോറസ്റ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ ഇടപെടലിൻ്റെ ഒരു താല്പര്യമുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. നിലവിൽ കേരള തീരത്ത് ഏതൊക്കെ ആമകളാണ് വന്നു പോകുന്നതും അവയെ സംരക്ഷിക്കുന്നതും? ഇപ്പം നിലവിൽ കേരള തീരത്ത് മുട്ടയിടാൻ എത്തുന്ന ഒലിവർ ഇഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമ മാത്രമാണ്. ലെതർ ബാക്ക് കടലാമയ്ക്ക് ഈ തീരത്ത് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഒലിവർ ഇഡ്ലി മാത്രമാണ്. പക്ഷെ പരിക്ക് പറ്റിയിട്ട് നമുക്ക് ഗ്രീൻ ടർട്ടിൽ, അതുപോലെ തന്നെ ഹോക്സ്ബിൽ, ഇപ്പോൾ കയ്യിലുള്ള ഹോക്സ്ബിൽ ടർട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ തീരത്ത് മുട്ടയിടാൻ വേണ്ടി വരുന്നില്ല. പക്ഷെ അവരുടെ ഒരു സഞ്ചാരപാതയാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ തീരക്കടൽ. ഈ സഞ്ചാരപാതയിൽ ട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഔട്ട്ബോർഡ് എഞ്ചിൻ്റെ പ്രൊപ്പലർ തട്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ പഴവലകൾ കുടുങ്ങിയിട്ടൊക്കെ പരിക്കോട് കൂടിയോ അല്ലെങ്കിൽ അവസ്ഥയോട് കൂടിയിട്ട് നമ്മുടെ തീരത്തേക്ക് വന്നാടി നമുക്കിവിടെ അങ്ങനെ കിട്ടിയ ആമകളൊക്കെ ഉണ്ട്. പക്ഷേ മുട്ടയിടാൻ വേണ്ടി കൃത്യമായിട്ടും ഒലിവർ ഇഡ്ലി മാത്രമാണ് വരുന്നത്. ഈ ഒലിവർ ഇഡ്ലിയുടെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് അതാണ് ഈ ഒറീസയിൽ ഗഹിർമാത ഋഷികുല ബീച്ചിലൊക്കെ നടക്കുന്നത്. അതിൻ്റെ മാതൃതീരം തേടിയെത്തി 1000-1500 ആമകളുടെ ഒരു വരവുണ്ട്. ആ വരവ് ഒരു വലിയൊരു പ്രതിഭാസ വരവാണ്. ഇത് ഈ ആമ സംരക്ഷണം അതിൻ്റെ ഒരു കേന്ദ്രമായി കേരളം ബജറ്റിലൂടെ ഭാവിയിൽ മാറുമ്പോൾ അത് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ തീർച്ചയായും നമ്മുടെ ഇവിടെ ഓരോ പ്രാവശ്യം ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം രാവിലെ വിരിഞ്ഞ് അന്ന് രാവിലെ തന്നെ വിടും. ആ വിടുന്ന സമയത്ത് എനിക്കൊന്ന് നാട്ടുകാരേക്കാൾ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ഈ റിസോർട്ടുകളൊക്കെ ഒരു വിവരം കൊടുത്തു കഴിഞ്ഞാൽ പല വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ ഓരോ പ്രാവശ്യം നമ്മുടെ രാവിലെ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിടുന്ന ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇതൊരു വലിയ മഹത്തരമായ ഒരു പ്രവൃത്തിയാണ്. നമ്മൾക്ക് എന്തുകൊണ്ടോ നമ്മൾ ഇപ്പോഴും അതിനെ നിസ്സാരമായി കാണുന്നതാണ്. വലിയൊരു സാമ്പത്തിക നേട്ടം ഭാവിയിൽ ഉണ്ടാക്കിത്തരുന്ന ഒരു പ്രവർത്തനം കൂടി ഇതിലൂടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് നെയ്തലിൻ്റെ പ്രസിഡന്റ് കൂടിയായ പ്രവീൺ മാഷ് പറയുന്നത്. തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് ചെമ്മീൻ കയറ്റുമതിക്കടക്കമുള്ള നിരോധനങ്ങൾ ഇല്ലാതാകുന്നതിലേക്ക് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി സാധ്യമാകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി കടലാമ സംരക്ഷണത്തിൽ അവരുടേതായ കർമ്മ പദ്ധതിയിലൂടെ കേരളത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട സംഘടനയാണ് നെയ്തൽ. അതിൻ്റെ പ്രവർത്തന അനുഭവങ്ങളാണ് ഇത്രയും സമയം നമ്മോട് വിശദീകരിച്ചത്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.